വലിയ പ്ലേറ്റ് എടുക്കല്ലേ? വലിയ പ്ലേറ്റ് എടുക്കാം. അതിന് കുറച്ച്. ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു വിളിക്കാത്ത നേപ്പാളി കല്യാണത്തിനാണ് പോണത്. ഇന്ന് സംഗതി എന്താ വെച്ചാൽ നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോഴാണ് ഇങ്ങനൊരു കല്യാണം നടക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാച്ചിട്ട് ഉള്ളിലേക്ക് കയറിയതാണ്. ഇതാണ് നമ്മുടെ നേപ്പാളി ചെക്കനും പെണ്ണും. ശരിക്കും പറഞ്ഞാൽ ചെക്കൻ്റെ പെണ്ണായിട്ടും ഗ്ലാമർ അവിടെ ബാക്കി വന്ന ആൾക്കാരായിരുന്നു. കല്യാണത്തിന് വന്ന പെൺകുട്ടികളെ കാണാൻ എന്താ മൊഞ്ചര, അവരുടെ ഡ്രസ്സും മേക്കപ്പും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ പിന്നെ വൈകൂടെ പോയപ്പോൾ കയറിയതായതുകൊണ്ട് അത്ര സെറ്റപ്പിലല്ലേനു. നമ്മൾ വിൻ്റർ ക്ലോത്തൊക്കെ ഇട്ടാൽ പോയിന്. പിന്നെ ഇവിടുത്തെ ആൾക്കാരായിട്ട് നമ്മൾ നല്ല കമ്പനിയായി. അവർ നമ്മൾ ഡാൻസ് കളിക്കാനൊക്കെ വിളിച്ച്, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി കൂടുതൽ സ്നേഹമായിരുന്നു. പിന്നെ അങ്ങനെയാണല്ലോ വരിക. അങ്ങനെ ഇത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള കല്യാണം ആയതുകൊണ്ടാണ് കല്യാണം അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഫുഡ് പിന്നെ പറയുകയാണ്ട സെറ്റപ്പ് ഫുഡായിരുന്നു. കുറേ കാലമായിട്ട് നമ്മൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള നോൺ വെജൊക്കെ കഴിച്ചത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പ്രത്യേകിച്ച് എനിക്ക് മെയിൻ ഇഷ്ടമായത് പാസ്തയാണ്. പാസ്ത ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഫുഡ് നമ്മൾ അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിരുന്നു. അഭിമാനി പറഞ്ഞ് നേരത്തെ ഇവിടെ എൻട്രിയിൽ അവിടെ എത്തിയപ്പോ പറഞ്ഞത് അഭിമാനി ഒരു മാല ഇട്ടിട്ടുണ്ട്. ആ മാല ഊരി കഴിഞ്ഞാല് ആർഭാടം കുറയും. പക്ഷെ ആൾക്കാര് വിളിച്ച് നമ്മൾ ഉള്ളിൽ കയറ്റി കല്യാണം പറയാം. അപ്പൊ ഉള്ളിൽ കയറ്റിയപ്പോ ആൾക്ക് ആർഭാടം വേണം. അതിന്റെ പോക്കറ്റിനൊക്കെ പെട്ടെന്ന് എടുത്ത് കഴുത്തിലിടലായി വരലായി. എന്നിട്ട് അഭിമാനി തിന്ന് ഫുള്ള് പ്ലേറ്റ് കംപ്ലീറ്റ് ആക്കി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു. ഇനി അടുത്ത റൗണ്ടിന് പോവാൻ വലിയ പ്ലേറ്റ് എടുക്കാം. അതിന് കുറച്ച് ഐസ്ക്രീം, ഒരു ഗുലാബ് ജാമുനും മേടിച്ച് കഴിഞ്ഞാല് ആ പ്ലേറ്റ് കൊണ്ട് നേരെ ഇവിടെ ആ ചെറിയ പ്ലേറ്റിൽ ഹനുമാൻ മാല കൊണ്ടുപോകുന്ന പോലെ ഐസ്ക്രീം ഒക്കെ കൊണ്ടുപോകുന്നത്. ഞാൻ പറയുമ്പോ ചെറിയ പ്ലേറ്റിൽ 2-3 സ്കൂൾ ചോറ് പ്ലേറ്റ് പോവാന്നിട്ടാ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആൾക്കാർ കാണും ചെയ്ത് ആനപ്പുറത്ത് കൂടെ പോകും വേണം എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു സംഭവം നടന്നത്. ഒരു സ്നേഹനിധിയായ ഒരു ചെറുക്കൻ നമുക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് കൈമാറി തരുന്നതാണ്. അങ്ങനെ ആ സ്വീറ്റ്സൊക്കെ തിന്ന് നമ്മൾ നേരെ റൂമൊക്കെ വിട്ട്. അപ്പം നിങ്ങൾക്കും വഴി കൂടെ പോയപ്പം കിട്ടിയ കല്യാണം അല്ലെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് പോയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലിടാം. അപ്പം അത്രക്കുള്ളൂ. ബൈ.